ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാൻ കുറച്ച് എത്ര ദിവസമായി പിന്നെ വീഡിയോ ഇട്ടിട്ട്, ഞാൻ കല്യാണത്തിന് ശേഷം പിന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഒരു പിന്നെ ഞങ്ങൾ ഇട്ടിട്ടില്ല, കുറച്ച് ലോകം പോയത് കൊടുക്കാനേ. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്പെഷ്യലായിട്ട് ഉമ്മാൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. ഉമ്മയുടെ ആർക്കുണ്ടാക്കി കൊടുക്കാൻ പോണ്? പേരമക്കളും ഉണ്ട്. മരുമകളാരാ? അതും പേരക്കുട്ടി തന്നെ അല്ലേ. അപ്പോൾ ആ ഒരു പേരക്കുട്ടിക്കും കൂടി കൂട്ടിയിട്ട് സിനു എന്തായാലും പോകുമ്പോഴത്തേനും ഉമ്മാൻ്റെ ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാണ്ട് പൂവട ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സീനു അവിടെ വെച്ചാൽ സീനു ഇപ്പോൾ ഒന്ന് പറ്റി ഒന്ന് ക്ഷീണാണ് പറഞ്ഞിട്ട് പോയി കടന്നിട്ടുണ്ട്. അപ്പോൾ അവൾ നീച്ച് വരുമ്പോഴത്തേനും നമുക്ക് എന്തായാലും ഉമ്മാൻ്റെ ഐറ്റംസ് ഉണ്ടാക്കല്ലേ, ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും വരും വീഡിയോയിലേക്ക്. അപ്പം ഉമ്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് കുഴക്കുന്നുണ്ട്. നമ്മൾ പൂവടയാണ് ഉമ്മാൻ്റെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ തോനെയൊന്നും ഉണ്ടാക്കണില്ല, ഒരു പൂതിക്ക് വേണ്ടിയിട്ട്. അപ്പം ഉമ്മ മാവൊക്കെ വാട്ടി വെച്ചിട്ടുണ്ട്. വയറ്റിലെ കോഴി എന്നാ சொல்லுது? കോഴിയെ പറ്റി சொல்லாதே. നേരത്തെ കോഴി ആരെ കൊത്തി? കോഴിനെ മമ്മ കൊടുത്താ. നേരത്തെ എന്താ ഉണ്ടായി കോഴി? ഏതെങ്കിലും വീട്ടില് കോഴികൾ കൊത്തുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അവിടെ സനാനെ ഇന്ന് ആ ശരി അവിടേക്ക് പോയി. എന്നിട്ട് അവിടെ ഒന്ന് ഒരു ഓടിപ്പോയി. എന്നിട്ട് ആ കോഴി എന്താ, എന്നിട്ട് ഇവിടെ നോക്ക്, ഇവിടെ ഒരു കീറല്. എന്നിട്ട് പിന്നെയും പോയി മാങ്ങ അടുത്ത് വരുമ്പോ അവിടെയാണ് കോഴി ഉണ്ടായിരുന്നത്. ഇടയില് കോയിന്നും വരുന്നുണ്ട്, കോളിന്നും വരുന്നുണ്ട്. പാറ്റാറ് പാറ്റാറ് സനാറ് പാറ്റ പാറ്റ വന്നന്ന് മിയാസിന്റെ പിന്നാലെ ആയിരുന്നു ചേവല്. മിയാസിന് കൊത്താൻ കിട്ടിയിട്ടില്ല. ആ കൊത്തല് സനാക്ക് നല്ല കൊത്തല് കിട്ടിയിട്ടുണ്ട് കോഴിയുടെ. മമ്മല്ലേ അറിയാത്തവര് വന്നാ കൊത്തിക്കോ പറഞ്ഞിട്ട് വളർത്തി അത്ര മമ്മ. നാട്ടുകാരെ തോട്ടിലും അർത്ഥോ ആണെങ്കിൽ സൂപ്പ് വെച്ചായിരുന്നു. ചക്കര സന എന്നെ വിളിച്ചു. കോഴി വിടാ, കോഴിനെ വിടാ. കോഴിനെ പേടിച്ച് കിടക്കണ കുട്ടി. വലിയൊരു പൂണ வந்துச்சுல, அந்த பூனைக்கு நாங்க சிக்கன் கொடுத்தோம். അപ്പൊ നമ്മളെ പൂവടക്കുള്ള സാധനങ്ങൾ ആദ്യം ഞാൻ ഇവിടെ തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. എവിടെ നമ്മള് എന്താ പൊരിച്ചതിന് പുയ്യതിന് തേങ്ങ രണ്ടെണ്ണം പൊരിച്ചണം. അപ്പൊ കുറച്ച് മനസ്സിലാവട്ടായി. അപ്പൊ ഇത് ബെല്ലം ഉണ്ട്. വെള്ളത്തിൽ പുഴുങ്ങാൻ പറ്റില്ല. ബെല്ലം ഇതിലിട്ട് എണ്ണ ഇട്ട് ഒഴുകൂലേ. ചുമ്മാ മാവ് വയ്ക്കാൻ പോവാണ്. ഇനി ഇതിനാരും കണ്ടു ഞങ്ങള് തുടച്ച് വൃത്തിയാക്കിയിട്ടുള്ള സ്ഥലമാണ്. അതെന്താ അങ്ങനെ ഇട്ട് മാവ് വയ്ക്കണേ? പിന്നെ എന്താ എവിടെ ഇടുക? ചിലർ മുറത്തിലൊക്കെ ഇട്ടാക്കൂല. പണ്ടായിരുന്നു മുറത്തില്. ഇപ്പൊ ആൾക്കാർ ഇങ്ങനത്തെ സ്ലേബ് ഉണ്ടായപ്പോ അതിലാണ് തുടക്കും, അല്ല ഇതാക്കും. പണ്ട് മുറത്തില് ഇങ്ങനെ കുമ്പിട്ടിട്ട് ഇങ്ങനെ മറ്റേമെന്നറിയുന്നു. പത്തിരിപ്പണിയൊക്കെ എടുത്തതാണ്. ഇപ്പൊ ഒന്നിനും വെച്ചാതെ ഇപ്പൊ നായി പൊടിയോട്ട് ബെല്ലൊക്കെ ഇപ്പൊ പോകുന്ന വേഗം കുഴക്കാൻ നോക്കട്ടെ. സനാനി ചോറ് കഴിക്കണമാര് കുഴച്ചാലും പറ. ചൂടുണ്ടാവൂലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അരിയും കുറച്ച് തോനെയുണ്ട്. ഉണ്ടാക്കണൊക്കെ തോന്നിയത് എന്താണെന്ന് അറിയില്ല. തോന ഉണ്ടാക്കണം എന്നുള്ളൊരു ഇതായിരിക്കും. ചൂടില്ലേ? നല്ല ചൂടുണ്ട്. കുറച്ച് വെള്ളാക്കി ഇതാക്കിയമ്മ.
എന്താ അടുപ്പത്ത് ഇപ്പുറത്ത് കൊടുന്ന് കൊട്ടിക്കണേ ചൂടില്ലാണ്ടിരിക്കോ അപ്പം സാധനം അങ്ങനെയാണ് പത്തിരിക്കും പൂവടയിലേക്കും ഇങ്ങനെ വെക്കുക. പത്തിരിക്കും പൂവടൊക്കെ നമ്മൾ വ്യത്യാസമൊന്നുമില്ലല്ലോ. പ്രസ് വേണോ? ഡ്രസ്സ് വേണ്ട, കയ്യിലിട്ട് ഇതാക്കാനാ? വെളിച്ചെണ്ണ കയ്യിൽ വെക്കൂല. അവത് വെളിച്ചെണ്ണ ഇതെന്താ സാധനം? ആ പാത്രം കഴുകുന്നത് എത്തിച്ചേരാം. ഞാനത് വെളിച്ചെണ്ണ വെച്ചാൽ എല്ലാതും വെളിച്ചെണ്ണയോ പാത്രം കഴുകണ വിമ്മോ ഒക്കെ ഒരേ കളറിലുണ്ട്. ഇതൊക്കെ ഇതന്നെ കുപ്പിയിൽ എണ്ണാക്കി വെച്ചിക്കണം, ഇതിൽ തന്നെ വെളിച്ചെണ്ണ ആക്കി വെച്ചിക്കണം, ഇതിൽ തന്നെ പാം ഓയിൽ ആക്കി വെച്ചിക്കണം. ഈ നിറവും കണ്ട എന്താ നല്ല കാലങ്ങൾ പാലായിരുന്നത്, ചിലപ്പോൾ അത് പറഞ്ഞുണ്ടല്ലോ. അപ്പൊ ഞാനിച്ചറിയാം വെളിച്ചെണ്ണ ഇല്ലാതെ. നിങ്ങളതവിടെ വെച്ചിക്കണേ പിന്നെ ഒന്നും മേലെ നിങ്ങൾ പൂവട ഉണ്ടാക്കണ്ടോ പറഞ്ഞ തൊള്ളിയിടും. അത് നിങ്ങളച്ചടെ അതുകൊണ്ട് നിങ്ങൾക്ക് അത് അല്ലാന്ന് പറഞ്ഞിരിക്കണ്. ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളും അത് വെളിച്ചെണ്ണ കൊണ്ട് പാരൂലേ? പാരും. വേഗം ഇറക്കി കുഴി ഉണ്ടാക്കി നോക്കും. ഞങ്ങളുടെ വാരി പൊട്ടിയൊന്നല്ലേ. ഓ ആരപ്പോ കുട്ടി ഉമ്മക്കിപ്പൊ ഫേമസ് ആണ്. ഉമ്മക്കിപ്പൊ ഫേമസ് ആണ്. നിങ്ങളുടെ പേരെപ്പോ ആൾക്കാർ മാറ്റിയില്ലേ? എന്താണ് തഗ്ഗുമ്മേ? വേഗം പൂവടക്ക് പൂവൊക്കെ വരണം. എവിടെ പൂ കാണാനില്ല? വിരലുകൊണ്ടൊരു പൂ ഉണ്ടാക്കൂലേ? നമ്മളോട് ആരോ വിരുന്നേര് വരുന്നുണ്ട്. വിരുന്നേര് നാളെ എത്തുള്ളൂ. അപ്പൊ നിങ്ങൾ എന്താ ഉണ്ടാക്കി കൊടുക്കുക? അപ്പൊ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. എന്റെ സ്പെഷ്യലിസ്റ്റ് ഇതാണ്. ആര് സ്പെഷ്യലിസ്റ്റ്? പൂവട പൂവ്. നമ്മുടെ നാട്ടിൽ ഇതിന് പൂവടാന്ന് പറയും, ഓരോ നാട്ടിൽ എന്താ പറയാ? ഓരോരോ നാട്ടിലും ഇതിന് ഞങ്ങളുടെ അവിടെ കൊളക്കട്ടാന്ന് പറയാം. എന്ത് കൊളുക്കട്ടായി ഇങ്ങനത്തെ ഇതന്നെ ഇരിക്കും അതിൻ്റെ ഉള്ളിൽ. നിങ്ങളുടെ രാജ്യത്ത് കുറെ വ്യത്യാസങ്ങൾ. പക്ഷെ ഇതന്നെയാണ്. പക്ഷെ ഒരു ഇങ്ങനെ പൂമാരി ആക്കൂല, ഒരു ഉരുണ്ട ഒരു അതിന് അച്ചൊക്കെ ഉണ്ടാവും. കൊഴക്കട്ട അല്ല ഉരുണ്ടക്കട്ടയില്ല, കൊഴുക്കട്ട. കൊഴക്കട്ട. പക്ഷെ മാവും വെല്ലമൊക്കെ തന്നെ ഇരിക്കും. നമ്മളിങ്ങനെ പൂമാരി ഉണ്ടാക്കണം. ഇതിന് അച്ചൊക്കെ ഉണ്ടായിരുന്നില്ല പണ്ട്. നമ്മൾ അച്ചിലൊക്കെ ഉണ്ടാക്കിയിരുന്നില്ലേ? നമ്മൾ പണ്ട് തറവാട്ടിൽ ഇരിക്കുമ്പോ കൊറേ ഉണ്ടാക്കിയിരുന്നില്ലേ? എന്തിനാ അത്? ഞങ്ങള് പിന്നെ ഇതിനൊന്നും വറാത്തിന് ഞങ്ങൾ ഇവിടെ ഇല്ല. എന്താ നനച്ചുള്ളിക്ക് ഞങ്ങൾ ഇവിടെ ഇല്ല. 27 അല്ല നിങ്ങളുടെ കൈമത്തേന്ന് ഓട്ടിട്ട് എന്താ പോവാത്ത? ഞങ്ങളുടെ കൈമത്തേക്ക് പോയി. നല്ല ഇഷ്ടം. വേഗം നറുക്കി നോക്കട്ടെ. ഇതൊരു 2 നമുക്ക് പൊരിച്ചമ്മ. പൊരിച്ചാൽ ഇത് പറ്റില്ല കേട്ടോ. ഇത് പൊരിച്ചാന് പഞ്ചസാര ഉണ്ടാവും. ഓ 2 ഇട്ടാ മതി. 2 പൊരിച്ചിട്ടായിരിക്കാം ഒരു ടേസ്റ്റിന് മാത്രം. പൊരിച്ചാണെങ്കിൽ ഓരോന്ന് നാളുമ്പോൾ ഓരോന്ന് എടുക്കണം. സന അജ്ജ് സീനു കുട്ടം പല്ലിരുത്ത ഒരു സാധനം പല്ല് ഡോക്ടർക്ക് പോകാൻ നിന്നതാ. ഇപ്പൊ ഡോക്ടർ ഉണ്ടാവൂലേ? വൈകുന്നേരത്തുണ്ടാവും. അങ്ങനെ പോട്ടെ പല്ലി. അവങ്ങൾ ഇനി കല്യാണത്തിനൊക്കെ എങ്ങനെ ബിരിയാണി അതിന് വേണമെങ്കിൽ 1000 ഉറുപ്പ്യ പുറത്തിറങ്ങിയപ്പോ ചെലവാകും. അല്ലേ? അപ്പൊ നിങ്ങൾ കല്യാണത്തിന് ബിരിയാണി ഞാൻ നല്ല കല്യാണത്തിനും ഇല്ലേ, ഞാൻ ബിരിയാണി തിന്നു സെർച്ചിന്നില്ല. അടിപൊളി സദ്യ ഉണ്ടായിരുന്നു നല്ല. ആരാന്നത്രേ ഈത്തപ്പഴം പകുത്തപ്പോ കാക്കക്ക് വായ്പുണ്ണ് പറഞ്ഞത്രേ. അതേമാതിരി തിന്നാൻ പോയടുത്ത് പോയപ്പോ തിന്നാൻ വെച്ച എന്താ അവിടെ എന്താ ഒട്ടിക്കുണ്ടല്ലോ അവിടെ പീസ് പോന്നിട്ട് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടേ. മറ്റേ നമ്മളൊരു പേപ്പർ കീറി ഒരു പേപ്പർ കൊണ്ട് പശട്ട് ഒട്ടിക്കണ മാതിരി ഒരു മാവ് വന്നപ്പോ അവിടെ ഒരു മാവ് കൊണ്ട് ഒട്ടിച്ച് വെച്ചിക്കണേ. എനിക്കത് ഇറങ്ങൂലേ. പിന്നാണോ ചോദിച്ചത് പൂവട കാര്യം? മിന്നാന്നല്ല സീന ചോദിച്ചത്. എന്താ ചോദിച്ചത്? ഒന്നും മിന്നാ ചോദിച്ചിട്ടേ ഉള്ളൂ പൂവട വേണമെന്നേ. അപ്പൊ ഉമ്മ പൂവടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇത് ബെല്ലത്തിൻ്റെയാണ്. പിന്നെ നമുക്ക് പഞ്ചസാര ഇട്ടിട്ട് പൊരിച്ച് തിന്നാം. പൊരിച്ച് കഴിച്ചിക്കണോ? നമ്മൾ ഒരു ദിവസം ഉണ്ടാക്കിയില്ലമ്മ പൊരിച്ചത്. അപ്പൊ ബെല്ലം തേങ്ങ എടുക്കട്ടെ. അയ്യോ ഒരു പാമ്പ് ഇതുണ്ടാക്കാതെ പഞ്ചസാര ഇട്ട് നമുക്ക് പൊരിച്ച് അതൊക്കെ ഉണ്ടാക്കണ്ടോക്കി. പൊട്ടിയോ? അത് പൊട്ടി. ഇതാ ഇതെങ്ങനെ പൊട്ടണ്? ഉണ്ടാക്കലും വെക്കലും കഴിയലും. ഉണ്ടാക്കലും പൊട്ടലും സെറ്റപ്പ് ചെയ്ത് നോക്കട്ടെ. ഓപ്പറേഷൻ ചെയ്ത് നോക്കി നോക്കട്ടെ. എന്നാലും ഇഞ്ഞു വേണോ ഒട്ടിക്കണങ്ങ? അത് മതിയോ?
എവിടെ നമ്മൾ ഒട്ടിച്ച് വെച്ചത്? പിന്നെയും പോയി. അപ്പം നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനിയൊരടുക്ക് അപ്പൊ ചില പെണ്ണുങ്ങൾക്കൊക്കെ അറിയാം, ഇതുള്ളവർക്കൊക്കെ അറിയാം കേട്ടോ. വേറെ വീട്ടിലൊന്നും നിങ്ങളോ സിനു അങ്ങോട്ട് ആ സൈഡ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ടോ? അല്ല പിന്നെ പൂവടയൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ഇതന്നെ എങ്ങനെ തന്നെ മറ്റേ ഗോതമ്പ് പൊടിയില്ലേ അതിലാക്കിയിട്ട് ഇങ്ങനെ ചുട്ടെടുക്കും. ഗോതമ്പ് പൊടിയോ? ആദ്യമായിട്ട് ഗോതമ്പ് പൊടിയിൽ ഇങ്ങനെ ഉണ്ടാക്കുമോ? എന്താ ഇങ്ങനെ ഗോതമ്പ് പൊടി ഉണ്ടാക്കുന്നത്? നമ്മള് ചപ്പാത്തി ഉണ്ടാക്കുന്ന സാധനത്തില്ലേ അതിലിങ്ങനെ പൂവട ഉണ്ടാക്കുമോ? ഗോതമ്പ് പൊടിയില്ല. നിങ്ങളെവിടെയും കേട്ടിക്കണോ? കൽത്തപ്പുണ്ട്. കൽത്തപ്പ പറയുന്നത് അല്ല ഇങ്ങനെ തന്നെ ആക്കൂ. ഇലയിലോ ആ ഇലയുടെ വേറെ അത് ഇലയുടെ അരിയിലെല്ലാം ഉണ്ടാക്കുക. അരിപ്പൊടിയില് ഗോതമ്പ് പൊടിയില്ല. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നല്ലോ ഗോതമ്പ് പൊടി. ഓരോരോ സ്ഥലത്ത് ഓരോരോ തരിക്കില്ല. ഇലയുടെ നമ്മൾ ഇലയിൽ ഇതേമാതിരി ഇലടി ഉണ്ടാക്കുക. അതാ മറ്റേ ഇല വേണമെന്നുണ്ടല്ലേ. ചിലർ വാഴയിലയിൽ ഉണ്ടാക്കും. ഞങ്ങള് തൃശ്ശൂര് നിൽക്കുമ്പോ വാഴയിലത്തെ കൊണ്ടുപോയി അവിടെ. ഉമ്മ ഒരു ഡസൺ ഇട്ടുണ്ട്. ഇനി അടുത്ത് പഞ്ചാര അടുത്ത് പൊരിച്ചത്. ഓക്കെ, നമുക്ക് അടുത്ത 2 പൊരിച്ചു തന്നാം. അപ്പം നമ്മൾ അടുത്തത് എന്താ ബെല്ലം എണ്ണ ഇടാൻ പറ്റില്ല അറിയുന്നത്. പൊട്ടി തെറിച്ചോ? അത് ഉരുകി എന്താ ചെയ്യുന്നുണ്ട്. കുറച്ചിട്ടായിട്ടാ ബെല്ലാണ് കൂടി അധികം തിന്ന. പഞ്ചസാര അധികം ആയാലേ ചട്ടി വെച്ചിട്ട് എണ്ണ വെച്ചിട്ടാക്ക. ഇതാണ് ചെലവാകുക. എണ്ണയിലിട്ട് പൊരിച്ചതാ ചിലവാകും അധികമാവും. അമ്പതൊക്കെ ചെലവായി. എന്നാ നമ്മൾ തോനൊന്നും ഉണ്ടാക്കിയിട്ടില്ലേ. എന്തുണ്ടാക്കലും ബാക്കി ആരും തിന്നില്ല. നാളെ ചക്കരയും നിജാസ് വരുമ്പോൾ ഉണ്ടാക്കട്ടെ. അപ്പൊ തോനെ തിന്ന ആൾക്കാരായി നമ്മളോടെ. അതെ അങ്ങനെയില്ല, തോന ഉണ്ടാവുമ്പോ ആർക്കും വേണ്ട. കുറച്ചുണ്ടാക്കി നോക്കി, അന്ന് തികയില്ലല്ലോ. മുമ്പൊക്കെ പുതിയ പിള്ളേർ വരുമ്പോ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. ഇളയമാരൊക്കെ വരുമ്പോ അങ്ങനെ വളരെ പീടി വരിക ഓടുക പീടിക്ക്. പണ്ടത്തെ അമ്മായി പലഹാരമാണിത്. പണ്ടത്തെ അമ്മായി പലഹാരം. പിന്നെ ഒരു വെളിച്ചെണ്ണ പത്തിരി ഉണ്ട്, ചെറുതല്ലേ. അത് നല്ല രസമല്ലമ്മ. അതിപ്പോ എവിടെയും കിട്ടാലല്ലോ. ഉണ്ടാക്കപ്പോഴേ ജീരകം നമ്മുടെ കുഴച്ചിട്ട് ചെറുതുണ്ടാക്കണതാ. അജിജമ്മക്ക് നല്ല ഞാൻ ഇവിടെ വന്ന മറ്റമ്മ ഉണ്ടാക്കും. അത് ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകും. നമുക്ക് അടുത്തത് എണ്ണപ്പത്തി ഉണ്ടാക്കാം. കുഞ്ഞു കുഞ്ഞേ തരും. നമുക്ക് ചക്കരയും ജാസും വന്നിട്ട് എണ്ണപ്പത്തിരി ഉണ്ടാക്കാം. അപ്പൊ നമ്മള് അമ്മായി സൽക്കാരത്തിന് എണ്ണപ്പത്തിരി ഉണ്ടാക്കുന്നതാണ്. ചിലപ്പോൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്നും പറയും. ഉണ്ടാക്കിയിട്ടൊന്നും ഒന്നും പറയരുത് വേഗം. കോടതിയിലൊക്കെ ഉണ്ടാക്കും. ശരി, അവിടെ നമുക്ക് സമയം ഫുള്ള് കല്യാണ പരിപാടികളാണേ. എന്നാലും അതിൻ്റെ ഇടയിൽ സമയം വെച്ചിട്ടുണ്ടാക്കണല്ലോ അമ്മ. ആ ഓക്കെ, ഇതാട്ടോ എന്നാ ഞാൻ ഉണ്ടാക്കിയത്. എന്നാ ഞാൻ ഉണ്ടാക്കിയത് വേറെ വെക്കാൻ പറഞ്ഞു. ഏതാ ഞാൻ ഉണ്ടാക്കിയത്? കയ്യ് എന്നാ ഞാൻ ഉണ്ടാക്കിയത്. ഇതെന്താ മഴക്കാലത്ത് തവള കൂട്ടിലുണ്ടാവും അതിന്റെ മാതിരി. എന്താ ഭംഗിയില്ല. ഇങ്ങനെ ഉണ്ടാക്കുക. ഇങ്ങളൊക്കെ ചിന്ന ഉണ്ടാക്കിയത്. മഴക്കാലത്ത് തവള കൂട്ടിലുണ്ടായില്ലേ? ഇതാണ് ഉണ്ടാക്കിയത്. ഇതൊക്കെ ഭംഗിയില്ല കാണാൻ. നല്ല ഭംഗിയുണ്ട്. അത് വേറെ വെച്ചാൽ അവിടെ ഇങ്ങനെ പരസ്യത്തിന് കൊടുക്കുക. എന്താ ഇപ്പൊ ഇതിനൊരു കുറ്റം? ഇത് തേങ്ങ ഉണ്ട്, പഞ്ചസാര അല്ലേ. അതിന്റെ മോറ് നോക്ക്. പൂവടക്ക് മോറൊക്കെ ഉണ്ട്. ഇതെന്തായി? കയ്യപ്പോ കൈക്കാൽ തുണിയൊക്കെ വെച്ചിട്ട് എടുക്കേ അന്തുകൂടാണോ അതിൻ്റെ ഞാൻ അരച്ച് കിട്ടിട്ടുണ്ടാക്കി. അപ്പൊ ആ പൂവ് ഇങ്ങോട്ട് വരുമല്ലോ. എന്നാ ഇത് കളയണ്ട. ആ സാറല്ല എനിക്ക് സാധനം കൊടുക്കാം. അത് വേവാതെ ഇട്ടാ അത് പൊട്ടോ. വേവാതെ എടുത്താല് എന്താ എന്തായാലും സീനുവിന് ഇത് ഉണ്ടാക്കാൻ അറിയില്ല അത്ര. അപ്പൊ സീനു പറഞ്ഞു ഒരു മാവ് എടുത്തോളൂ, എന്നിട്ട് കയ്യിൽ കുറച്ച് എണ്ണ ആക്കുക. എണ്ണ ഈ പ്ലേറ്റിൽ. നമ്മളോട് മാങ്ങി ചക്ക ഇല്ലെങ്കിലും ഈച്ചുണ്ട്. ആ ഇനി കയ്യിലിട്ടിട്ട് എല്ലാം പരത്തുക.
അവിടെ ഇങ്ങനെ ഇങ്ങനെ കേട്ട് അങ്ങനെ തന്നെ അമ്മ സീനു ഉണ്ടാക്കുന്നുണ്ട് അമ്മ നല്ല ചന്തല് സീനു ഉണ്ടാക്കിട്ട് പരിചയമുണ്ടത് പഞ്ചസാരയാണേ പഞ്ചസാര വെല്ലട്ട എണ്ണയിലിടാ അച്ഛ ആ അമ്മ എന്ത് കേട്ടാ കൊളുക്കട്ട അല്ലേ ആ കോളക്കട്ട അത് ഈ തമിഴ് അത് പരിപ്പൂറിൻ്റെ കറി ആയിരിക്കും പരിപ്പൂറിൻ്റെ കറിയാണതേ ആ പരിപ്പ് കറി പരിപ്പിനൊക്കെ വേവിച്ചിട്ട് ഉമ്മ സീനുണ്ടാക്കി ഇതാക്കി കണ്ടോളി നമ്മ ഇതെന്താ അത് ശരി മറ്റേ ഇങ്ങനത്തെ പത്തിരി ഉണ്ട ഇതില്ലേ അതിലിട്ടിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുക ഗോതമ്പിന്റെ ഇതിലിട്ടിട്ട് ഇത് കോഴിക്കട്ട ഒന്നും കൂടി ഉണ്ടാകും കൂടി പോയി ഉണ്ടാക്കിട്ട് വരും അതിനെന്തോ ഒരു പേരുണ്ടാ എന്താ ആയില്ലേ ഒരു പാത്രം അത്ര എനിക്ക് കേട്ടോ ഇത് ഇതായി പൊരിച്ചത് നമുക്ക് മാത്രത്തുള്ളൂ. എനിക്കത് മതി. ഞാനല്ലേ അങ്ങോട്ട് പൊരിച്ചാൻ പറഞ്ഞേ. എല്ലാവർക്കും അത് അങ്ങനെ എടുത്ത് അങ്ങോട്ട് പൊട്ടും. എങ്ങനെ എടുക്കുക? ആ ഇഡ്ഡലി പാത്രം എടുത്തിട്ട് അതിൽ കൊട്ടിയും പാത്രം കൊട്ടാൻ പറ്റില്ല. ഒരു സ്പൂൺ എടുത്തിട്ട് എടുക്കി. എടുക്കില്ല. ഒരു ഫോർക്ക് തരേണ്ടതായിരുന്നു. എന്തിന്? ഫോർക്ക് എന്നല്ല അതിന്റെ പേര്. എന്തിന്? സ്പൂണിന്റെ പേര്. ഫോർക്ക് വെച്ചിട്ട് കൊടുത്താൽ മതിയായിരുന്നു. ഞാൻ നടുവിലും ഇങ്ങോട്ട് കുത്തിയിട്ട് ഇങ്ങോട്ട് എടുത്തായി. പോർക്കോ? എന്ത് പോർക്ക്? അതൊരു പോർക്ക്. പല്ലുള്ളതോ? ആ പല്ലുള്ള തന്നെ. മറ്റേതോടെ ആക്കെ ചീർക്കാം. അത് വരി സീനു ഒന്നെടുത്തോ. ഇതിൻ്റെ അടുത്ത് ഒന്നെടുത്തോ. സീനുവിന് പൊരിച്ചത് കൊടുത്തോളി. ഇതാണ് പൂവട. പക്ഷെ അത് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിരിക്കണു കേട്ടോ. ഇത് ഓപ്പറേഷൻ ചെയ്യാണ്ട് 9 മാസത്തിൽ നിൽക്കുന്നുണ്ട്. ഇത് അതിന്റെ 10 കഴിഞ്ഞ് പ്രസവിച്ചിട്ട് പണ്ടോ കുടലും പുറത്ത് നിൽക്കണേ. ഇതാ അപ്പൊ ഗൈസ് അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള എന്താ മരുമോള് പോവുകയാണ്. മരുമോൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ ഇന്ന് നമ്മള് പൂവട ഉണ്ടാക്കി. ഇന്നലെ നമ്മള് നൂഡിൽസ് ഉണ്ടാക്കി. നമ്മൾ ഓരോരോ ദിവസം ഓരോന്നും ഉണ്ടാക്കുന്നുണ്ട്. ഇനി നാളെ ഇനി അമ്മ വേറെ സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട്. ഇത്ര എന്താ ഉണ്ടാക്കണേ? അതിന്റെ പേര് പറയാ എണ്ണപ്പത്തിരി. അതെന്താന്ന് പറയാ സിനുവിന്. സിനു തിന്നിട്ടില്ല അത്ര. അപ്പൊ എന്തായാലും അത് ഉമ്മ എന്തായാലും ഉണ്ടാക്കി തരൂ. നമുക്ക് നാളെ സമയം എടുത്തിട്ടുണ്ടാക്കണം അല്ലേ അമ്മ? നമുക്ക് നടുവിലുണ്ടാക്കാം. അപ്പൊ അത്രയേ ഉള്ളൂ. സീന ഒന്ന് കടിച്ചു നോക്കാം. അപ്പൊ ഞങ്ങൾ എന്തായാലും ചൂടാറിയിട്ട് ഞങ്ങൾ തിന്നാൻ പോവാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമ്മ? കടിച്ച് നോക്കട്ടെ. ചൂടുണ്ടോ അമ്മ? കോളിനെ വിട്ടാണേ കോഴി രസമുണ്ടോ? സീനു കടിച്ചു. ചൂടുണ്ടോ സീനു? വേഗം എടുത്തു വെപ്പോ. അപ്പൊ ഇവിടെ ഒരു ഫോട്ടോ എടുക്കട്ടെ. അപ്പോൾ ഗൈസ് അപ്പം നമ്മുടെ ഉമ്മാൻ്റെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി. ഇനിയിപ്പോൾ ഭയങ്കര ചൂടാണ്. അപ്പോൾ സീനു പോകുമ്പോഴത്തേനും സീനുവിൻ്റെ ഒരു ആഗ്രഹം ഉമ്മ സാധിച്ചു കൊടുത്തു. അങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനത്തെയൊക്കെ പറ്റാവുന്ന ആഗ്രഹങ്ങളൊക്കെ എന്തായാലും സാധിച്ചു കൊടുക്കുക. അപ്പോൾ എത്രയുള്ള ഒരു വീഡിയോ. നാളെ നെക്സ്റ്റ് ഉമ്മാൻ്റെ ഒരു അടിപൊളിയായിട്ടുള്ള ഉമ്മ ചെയ്താൽ എന്തായാലും വീഡിയോ ആയിട്ട് വരാം. ഉമ്മ ചെയ്തില്ലെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് എന്തായാലും വരാം. എല്ലാവർക്കും ബൈ ബൈ.